നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് അമ്മാവ ഇതുവരെ ഒരു അഭിപ്രായവും പറഞ്ഞില്ല. അമ്മാവ, ഈ വിഷയം ഇപ്പോൾ അമ്മ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയത്. അമ്മാവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് തുറന്ന് പറയും ഞങ്ങൾ. ചേച്ചി അറിഞ്ഞ എനിക്കെന്താ? എൻ്റെ മുതൽ ഞാൻ ആരിഷ്ടം പോലെ ചെയ്യും. അതിനെനിക്ക് ആരും പേടിയൊന്നുമില്ല. അതെ, അമ്മാവൻ്റെ ഈ പൊട്ടംകളി അങ്ങ് നിർത്തിക്കോ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്, എന്തിനാ ഇപ്പം അത് വിൽക്കണേന്നുള്ള കാര്യം മര്യാദക്ക് ഇങ്ങ് പറഞ്ഞു. അമ്മാവ, ഇപ്പൊ ആ സ്ഥലം വിൽക്കേണ്ട എന്താവശ്യമാണ്, എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അമ്മാവനുള്ളത്? ഞങ്ങളോട് പറയാമാവാ. കനക, നീ പിടയ്ക്കണ കരിമീൻ കണ്ടിട്ടുണ്ടോ? മണല് പറ്റിയിട്ടുള്ള പച്ച നെയ്മീൻ കണ്ടിട്ടുണ്ടോ ക്ലീറ്റസ്? ഞാനതൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. നീ വെളുത്ത കശുവണ്ടി ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുള്ള പാക്കറ്റുകൾ കണ്ടിട്ടുണ്ടോ? ഇത് ഈ ആനാന്ന് പറയുമ്പോ ചേനാന്ന് പറയണ എന്തിന്നേ? അതൊക്കെ ഇപ്പൊ ആരാ കാണാത്തത്? ക്ലീറ്റോന്റെ പാർട്ടിലെ നേതാക്കന്മാർ വരുമ്പോ തിന്നിട്ട് ഇഷ്ടംപോലെ ഇവിടെ ബാക്കി കൊണ്ടുവരാറുണ്ട്. കണ്ട, വലിയ വലിയ ആൾക്കാർ നേതാക്കന്മാരൊക്കെ തിന്നണ സാധനങ്ങളാണിത്. അതെ അമ്മാവാ, നമ്മളെ ഇപ്പൊ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. അമ്മാവൻ വിഷയത്തിലോട്ട് വാ. വിഷയത്തിലേക്കാടാ വരുന്നത്. ഇതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ട പോലെ. പക്ഷെ ഇതൊന്നും വാങ്ങി തിന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അമ്മാമ്മ ഇതൊന്നും വാങ്ങി തിന്നാത്തത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എടാ, 2 കടമുറിയിൽ നിന്ന് എനിക്കൊരു മാസം കിട്ടുന്നത് വെറും 3500 രൂപയാണ്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് എന്തൊക്കെ ചെലവുണ്ടെന്നറിയോ? മുഖത്തേക്ക് നോക്കുന്നുണ്ടോ? ഇല്ല. എനിക്ക് കറണ്ട് ബില്ല് കൊടുക്കണം, വാട്ടർ ബില്ല് കൊടുക്കണം, പിന്നെ എൻ്റെ അസുഖത്തിൻ്റെ മരുന്ന്, എൻ്റെ ഭക്ഷണ ചെലവ്. എൻ്റെ ഒരു വണ്ടി കണ്ടിട്ടുണ്ടോ നീ? എടാ, അതിൽ 2 ലിറ്റർ പെട്രോൾ അടിച്ചാലും സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും അത് തീരും. പെട്രോൾ കുടിക്കുക ചെയ്യണത്. ആ വണ്ടി മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. നല്ല ബട്ടൺ അമർത്തിയ സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ പോണ പുതിയൊരു വണ്ടി വാങ്ങണമെന്ന് ഈ അമ്മാവനെ കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട്. എങ്ങനെ നടക്കും? അല്ല അമ്മാവാ, ഈ ചെലവും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത് ഇന്നലെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായാലല്ലോ. കുറെ നാളായിട്ട് ഇങ്ങനെയാണല്ലോ. ഇനിയിപ്പോ ആ കടയിൽ നിന്ന് വാടക കിട്ടുന്നില്ല എന്ന് വിചാരിച്ചാലും ഇത്തരം ചെലവുകളൊക്കെ നടക്കണ്ടേ? എടാ, ഈ അമ്മാവന്റെ കണ്ട ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് ഒരു കൈച്ചെയിൻ. ഈ സ്റ്റീലിന്റെ കൈച്ചെയിൻ ഇടുന്ന എനിക്കൊരു സ്വർണത്തിന്റെ കൈച്ചെയിൻ ഇടണമെന്നും ഒരു സ്വർണ്ണമാല ഇടണമെന്നും ആഗ്രഹമില്ലേ? ഈ ഷർട്ട് കണ്ടിട്ടുണ്ടോ നീ? ഇതിന്റെ വില എത്ര അറിയോ? 150 രൂപ. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇടുന്ന ഷർട്ടിന്റെ വില അറിയോ നിനക്ക്? 800, 750 വില. ഇതുപോലത്തെ ഒരു 5-6 ഷർട്ട് എടുത്തിടണം, നല്ല കസവിന്റെ മുണ്ടെടുക്കണം. അതൊന്നും എനിക്കിതുവരെ സഹിച്ചിട്ടില്ല. പിന്നെ അമ്മാവനൊരു ദുർശീലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ. 1-2 വകമൊക്കെ വൈകുന്നേരം അടിക്കണം. കാശില്ലാത്തതുകൊണ്ട് പലരുടെ അടുത്ത് തല ചൊറിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ടാറ് പോലത്തെ സാധനമായി കൊണ്ടുവന്ന് തരും. അതൊക്കെ മാറ്റണടാ. എന്നിട്ടേ നല്ല വില കൂടിയ സ്കോച്ച് ഒരു 5-6 ഫുള്ള് മേടിച്ച് വീട്ടിലെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കണം. എന്നിട്ട് ആവശ്യം വരുമ്പോൾ എടുത്തെടുത്ത് ഞാൻ അടിക്കും, സുഖിച്ച് മരിക്കും. നമ്മളെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഗ്ലാസ്സിൽ ഐസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അല്ലേ അമ്മാവാ? അത് വേണം. പക്ഷെ അതിന് അമ്മാവാ കൂടെ ഒരാളും കൂടെ ഒക്കെ വേണ്ടേ? ഇനിയിപ്പോൾ കൂടെ ഒരാളും കല്യാണമൊന്നും വേണ്ടടാ. ഉള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ജീവിച്ചു മരിക്കുക, അത്രേ ആഗ്രഹമുള്ളൂ. അമ്മാവൻ, ഞാൻ കല്യാണം അല്ല ഉദ്ദേശിച്ചത്. അമ്മാവനോടൊപ്പം അവിടെ വന്നിരുന്ന് കഴിക്കാൻ കൂടെ ഒരാൾ ചിയേഴ്സൊക്കെ പറഞ്ഞിരിക്കുക. ഞാനും പറയണത് ശരിയല്ല, അതൊന്നും വേണ്ട. അമ്മാവൻ ഇത്തരം മോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ അടക്കി വെക്കുന്നത് എന്തിനാണ്? സ്വന്തം മക്കളോട് പറയാവുന്ന രീതിയിൽ ഞങ്ങളോട് പറഞ്ഞൂടെ? അമ്മാവൻ എന്ത് വേണം? ഷർട്ട് വേണോ, മുണ്ട് വേണോ, അതോ ഈ മറ്റേ കൈച്ചെയിന് വേണോ, ചെരുപ്പ് വേണോ, എന്താ അമ്മാവന് വേണ്ടത്? അതൊക്കെ ഞങ്ങൾ വാങ്ങിത്തരില്ലേ? അമ്മാവാ, ഇനിയിപ്പോ ഈ മരുമക്കളോട് പറയാൻ വിഷമം ഉണ്ടെങ്കിൽ ഈ ക്ലീറ്റോമോനോട് പറഞ്ഞാൽ പോലെ മേടിച്ചു തരില്ലേ? എവിടുന്ന്? അതെ, അവനെ പറയണ്ട, നീ ആയാലും ആരും മേടിച്ചു തരില്ല. നീ കഴിഞ്ഞ ഓണത്തിന് എന്നോട് എന്താ പറഞ്ഞ്? അമ്മാവന് മുണ്ടും ഷർട്ടും വേണോന്നല്ലേ? അല്ലേ? അമ്മാവനോട് മുണ്ടും ഷർട്ടും വേണോന്ന് ഞാൻ ചോദിച്ചില്ലേ? എടാ, ഒരാളോട് വേണോന്നാണോ ചോദിക്കുക? എന്തൊരു സാധനം വേണോന്ന് ചോദിച്ചാലും ഈ അഴകേശ അമ്മാമൻ വേണ്ടാന്നേ പറയുന്നു നിനക്കറിയാം. അതുകൊണ്ടല്ലേ നീ അങ്ങനെ ചോദിച്ചത്? അയ്യോ, എന്താ അമ്മാവ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ അങ്ങനെ മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല. അയ്യോ, അവൻ ഞങ്ങളോടൊക്കെ ചോദിച്ചത് അമ്മാവന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ നമുക്ക്. ഇങ്ങനെ പറയരുതിട്ട് അമ്മാവാ. എന്നോട് ചോദിച്ചു അളിയന് വേണോ വേണോ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമം വരും. പിന്നെ എന്താ നിന്റെ അഭിനയം? എടാ, നിന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? നീ അവിൽദാരുടെ മകനല്ലേ? നീ ഇതിന്റെ അപ്പുറവും പറയും. എന്താ ഞങ്ങളുടെ അച്ഛനൊരു കുഴപ്പം? നല്ല അന്തസ്സായിട്ടാ ഞങ്ങളെ വളർത്തിയതും നോക്കിയത്. അതെ, നിന്റെ അച്ഛന്റെ കാര്യം നീ ഇവിടെ മിണ്ടിപ്പോവരുത്. അയാൾ ഒരു ഒറ്റൊരുത്തൻ കാരണ ഞാനിങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയുന്നു. നല്ല നല്ല കല്യാണാലോചന വന്ന് മുഴുവൻ മുടക്കി, സ്വത്ത് കുടുംബത്തിൽ നിന്ന് വേറെ പോകുന്നു പറഞ്ഞിട്ട്. അമ്മാവരിക്ക് അതെ, അന്ന് അച്ഛൻ ചെയ്തതുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. കല്യാണം കഴിച്ച ആരോട് വേണമെങ്കിലും അമ്മാവൻ ചോദിച്ചോ, എല്ലാ ഭർത്താക്കന്മാരും നല്ല ബുദ്ധിമുട്ടില്ല.
അത് ആളെയാൻ പറഞ്ഞ ഒരു സത്യമാണല്ലേ, 100% സത്യം. ഓ സത്യം. എന്തിനാടാ നിങ്ങളൊക്കെ പറയണത്? അന്ന് ഞാൻ അതിനൊക്കെ എതിർത്തിട്ടൊരു കല്യാണം കഴിച്ചെങ്കിൽ നിങ്ങളെ പോലെ 2 മക്കളുണ്ടായേനെ. എന്ത് ചോദിച്ചാലും സ്നേഹത്തോടെ എന്റെ കാൽച്ചോട്ടിലെ കൊണ്ടുവന്ന് തന്നേനെ. ഇപ്പൊ എനിക്ക് ആരും ഇല്ലല്ലോ. അമ്മാവൻ ഞങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം. അമ്മാവൻ ചോദിക്കാതെ എങ്ങനെയാ? ഞങ്ങളില്ല അമ്മാവാ. എടാ ഏച്ചൂട്ടിയെ മുളച്ചിരിക്കും. എന്തിനാ നിങ്ങളോടൊക്കെ ഇറക്കണേ? എന്റെ ഉണ്ടല്ലോ നല്ലപ്പം കാലത്ത് ഞാൻ ഉണ്ടാക്കിയതുണ്ടല്ലോ, അത് വിൽക്കും. എനിക്ക് എന്നിട്ട് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. ഞാനേ അഡ്വാൻസ് മേടിച്ചു, കൊടുക്കാൻ തീരുമാനിച്ചു. വാക്ക് പറഞ്ഞ വാക്കാ, ഇനി ഞാനത് മാറ്റില്ല. മാവേലിത്തറ പത്മനാഭന്റെ മകനാ ഞാൻ. അമ്മാവൻ അത് പറയരുത്. എന്തേ? ഈ മാവേലിത്തറ പത്മനാഭന്റെ മകനായിട്ടുള്ള അമ്മാവൻ എന്നോട് പറഞ്ഞ വാക്കെന്താണ്? കനക, ആ 12 സെന്റ് സ്ഥലവും ആ 2 മുറി കടയും നിനക്കുള്ളതാണ് അമ്മാവൻ പറഞ്ഞതല്ലേ. എന്നിട്ട് ഇപ്പൊ അമ്മാവൻ ഈ വാക്ക് മാറ്റുന്നതോ? അത് ചെറുപ്പത്തിന്റെ ആവേശത്തില് വിവരമില്ലാത്ത സമയത്ത് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പ്രായമായി, ജീവിക്കാൻ വഴിയില്ല, മാറ്റി ചിന്തിച്ചു. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പൊ അമ്മാവൻ അത് വിൽക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചേക്കുക. എടി ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു വാക്കേ ഉള്ളൂ. ഞാനത് വിൽക്കാൻ തീരുമാനിച്ചു, വിൽക്കും. അപ്പൊ അമ്മാവന് മക്കളല്ല, അല്ലെങ്കിൽ ഞങ്ങൾ മരുമക്കളല്ല വലുത്, സ്വത്താണ്. ഒത്തുമല്ല, എന്റെ ആഗ്രഹങ്ങളാണ് എനിക്ക് വലുത്. അപ്പൊ അമ്മാവൻ അമ്മാവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അങ്ങ് ജീവിക്കും. അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ഞങ്ങളാരും ഉണ്ടാവൂല, നോക്കിക്കോ. ഉണ്ടാവില്ലെന്ന് എനിക്കറിയാടി. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അഴകേശൻ ജീവിക്കുന്നത്. വേണ്ടി വന്നാലേ എന്റെ വീടും വളപ്പുണ്ടല്ലോ, ഞാൻ വല്ല അനാഥാലയത്തിന് എഴുതി വെക്കും. എന്നിട്ട് വല്ല അഗതി മന്ദിരത്തിലും പോയിട്ട് താമസിക്കും. മരിച്ചു കഴിഞ്ഞാലേ തറവാടായാലും എന്ത്, തെരുവായാലും എന്ത്, ഒരു പിടി ചാരലടി ചാരം. അമ്മാവനെ തെരുവിൽ കിടന്ന് മരിക്കാൻ തന്നെയാണ് വിധി. ആ, ഇതിലും നല്ലത് അത് തന്നെ. Alien versus Alien.